മെയ് മാസം മലയാള സിനിമയ്ക്ക് ശുഭകരമല്ലാത്ത വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നടികർ എന്ന് പറയുന്ന ടൊവിനോ തോമസ് ചിത്രം ഇന്ന് തിയേറ്ററിൽ എത്തി. പ്രേക്ഷകരിൽ നിന്നും വലിയ രീതിയിലുള്ള അഭിപ്രായമൊന്നും നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ല. സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത് ഇങ്ങനെയാണ്: ചിത്രത്തിന്റെ ട്രെയിലറും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഹണീബി പോലുള്ള ഒരു കളർഫുൾ സിനിമ പ്രതീക്ഷിച്ചാണ് തിയേറ്ററിൽ എത്തിയത്. എന്നാൽ എന്റർടൈൻമെന്റ് സ്വഭാവം തീരെ കുറഞ്ഞ സിനിമയാണ് നടികർ. എന്നാൽ ഇത്തരത്തിലുള്ള ട്രെയിലർ ചിത്രത്തിൻ്റെതായിട്ട് ഇറക്കേണ്ടില്ലായിരുന്നു എന്നൊക്കെയാണ് പടം കണ്ടിറങ്ങിയ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. മെലിഞ്ഞാന്ന് തിയേറ്ററിലെത്തിയ നിവിൻ പോളി സിനിമയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ. ഈ ഒരു ചിത്രത്തിനും രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാലും ചില ആളുകൾ കണ്ടിരിക്കാം എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയതോടെ സ്റ്റഡി കളക്ഷൻ നിലനിർത്തി മുന്നേറാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നീ മാസങ്ങളിൽ മലയാള സിനിമയ്ക്ക് സുവർണ്ണ കാലഘട്ടം തന്നെയായിരുന്നു. എന്നാൽ മെയ്യിലേക്ക് വരുന്ന സമയത്ത് വളരെ മോശം തുടക്കം തന്നെയാണ് മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിന്റെ ടിക്കറ്റ്സുകൾ ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ജസ്റ്റ് 1500 ടിക്കറ്റ്സുകളാണ് മണിക്കൂറിൽ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആദ്യ ദിവസമായ നടികർ എന്ന ചിത്രത്തിന്റെ ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഓരോ മണിക്കൂറിലും 2000-ന് മുകളിൽ ടിക്കറ്റ്സുകൾ മാത്രമേ ആദ്യ ദിവസം ബുക്ക് മൈ ഷോ ആപ്പിൽ സോൾഡ് ഔട്ട് ആവുന്നുള്ളൂ. മലയാളി ഫ്രം ഇന്ത്യ അതുപോലെ നടികർ എന്നീ രണ്ട് സിനിമകളാണ് ഈ ആഴ്ച തിയേറ്ററിൽ എത്തിയത്. കൂട്ടത്തിൽ ഭേദം പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം മലയാളി ഫ്രം ഇന്ത്യ എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. നടികർ, മലയാളി ഫ്രം ഇന്ത്യ കൂട്ടത്തിൽ ഏതാണ് മികച്ച സിനിമയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.